Hello dear students, welcome back to our channel EduPers. +1 എക്കണോമിക്സ് പബ്ലിക് എക്സാം സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിൽ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്പഷ്ടമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് A+ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 70% മാർക്ക് ഷുവറായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഈ ചോദ്യങ്ങൾ പഠിക്കുന്നതിലൂടെ. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചുകൊണ്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ, ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രധാനപ്പെട്ട അതിൻ്റെ പോയിൻറ്റ്സ്, ഉത്തരങ്ങൾ ഞാനിവിടെ പറയുന്നു. 1. പഴഞ്ചൻ സാങ്കേതിക വിദ്യ, ജലസേചനത്തിൻ്റെ കുറവ്, രാസവളത്തിൻ്റെ കുറവ്, വാണിജ്യവൽക്കരണത്തിൻ്റെ കുറവ്. ഈ പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ പഠിക്കുക. ഈ പോയിൻറ്റ്സ് ജസ്റ്റ് എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് വായിച്ചിട്ട് പറ്റുമെങ്കിൽ വിശദീകരിക്കാൻ തക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വെക്കുക. മറ്റൊരു ചോദ്യം, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാം. എന്തൊക്കെയാണ്? 1. ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, നല്ല ഇനം വിത്തിനങ്ങൾ. ദെൻ രാസവളം, കീടനാശിനി, ജലസേചനം. ഇതൊക്കെയാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ. ഇതൊക്കെയാണ് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ടത്. ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ ചോദിക്കാം, ദോഷങ്ങളും ചോദിക്കാം. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസുകളിൽ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഉൽപാദനം, ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഉൽപാദനം കൂടി, വില കുറഞ്ഞു, പൊതുവിതരണ സമ്പ്രദായം വന്നു. ഡിസഡ്വാൻറ്റേജിൽ തൊഴിലില്ലായ്മയും അസമത്വവും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ചാപ്റ്ററുകളിലൂടെ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ ഓരോ ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 4ാമത്തെ ഇതാണ് പറഞ്ഞത്. ഇനി ഗോൾസ് ഓഫ് 5-year പ്ലാൻ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ 1. ഗ്രോത്ത് തന്നെയാണ്, വളർച്ച. ദെൻ ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, എക്വിറ്റി. ഈ പ്രധാനപ്പെട്ട ഗോൾസ് 1 വിശദീകരണ സഹിതം അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം, ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ 1956 വ്യാവസായിക നയപ്രമേയം. ഇതൊക്കെയാണ്. 1 പൊതുമേഖല, സ്വകാര്യ മേഖല. പിന്നെ 3ാമത്തെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും. ഓക്കെ, ദെൻ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും 1991 സാമ്പത്തിക പരിഷ്കാരം ഇതാണ് 3ാമത്തെ ചാപ്റ്റർ. അതിൽ എസ്സേ സാധ്യതയുണ്ട്. 5 മാർക്കിനോ 8 മാർക്കിനോ ഈ ചോദ്യം വരാം. 1991 ഉദാരവൽക്കരണ നടപടികൾ എന്തൊക്കെ എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, വ്യാവസായിക രംഗത്തെ പരിഷ്കാരം, നികുതി രംഗത്തെ പരിഷ്കാരം, ധനകാര്യ രംഗത്തെ പരിഷ്കാരം, വിദേശ വിനിമയ രംഗത്തെ പരിഷ്കാരം, വ്യാപാര നിക്ഷേപ രംഗത്തെ പരിഷ്കാരം. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. എസ്സേ ആണെങ്കിൽ എസ്സേയുടെ രൂപത്തിൽ എഴുതുക. ഒരു എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ അതിൻ്റെ ബോഡി, അതായത് എന്താണോ കണ്ടൻറ്റ് വിശദീകരിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ടൊരു കൺക്ലൂഷൻ കൊടുക്കണം. പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ പോയിൻറ്റും എടുത്ത് അണ്ടർലൈൻ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു നല്ലൊരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എസ്സേ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യമാണ് ഔട്ട്സോഴ്സിങ്. പുറം കരാർ എന്താണ് പുറം കരാറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാം. ഓക്കെ, അപ്പം അത് ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അത് എന്താണ് പുറം കരാറ് എന്നുള്ളത് പഠിക്കുക. ദെൻ WTOയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് മറ്റൊന്ന്. ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്: അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രശ്നങ്ങൾ ശരിയാക്കുക. ഇതൊക്കെയാണ് WTOയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതൊന്ന് വിശദമായിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോവേർട്ടി എന്നുള്ള ചാപ്റ്ററിന് എസ്സേ പ്രതീക്ഷിക്കാം.
പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് വളരെ, അപ്പോൾ നിങ്ങൾ പഠിച്ച കുറേ പ്രോഗ്രാംസുകൾ ഉണ്ടല്ലോ, അലീവിയേഷൻ പ്രോഗ്രാംസൊക്കെ, അത് വളരെ വൃത്തിയായിട്ട് പഠിച്ച് വെക്കുക. അപ്പോൾ പോവർട്ടിയൊക്കെ എസ്സേ ചോദിക്കുമ്പോൾ ആദ്യം എന്താണ് പോവർട്ടിയെക്കുറിച്ചൊക്കെ ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് വേണം പിന്നെ പ്രോഗ്രാംസിലോട്ടൊക്കെ കിടക്കാൻ. ഓക്കെ, ദെൻ മനുഷ്യ മൂലധന ഉറവിടങ്ങളാണ് മറ്റൊരു ചോദ്യം, ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. മനുഷ്യ മൂലധന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, IT, തൊഴിൽ പരിശീലനം. ഈ പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, കാർഷിക വിപണനത്തിന് ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? ഒന്ന്, നിയന്ത്രിത കമ്പോളം, താങ്ങുവില, അടിസ്ഥാന സൗകര്യം, കുറഞ്ഞ പലിശക്ക് വായ്പ, സഹകരണ വിപണി. ഇതാണ് അതിലെ മെയിൻ പോയിന്റ്സ്. നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം, ജൈവ കൃഷിയുടെ ഗുണങ്ങൾ ചോദിച്ചേക്കാം. എന്തൊക്കെയാണ് ജൈവ കൃഷിയുടെ ഗുണങ്ങൾ? അന്താരാഷ്ട്ര വ്യാപാരം, തൊഴിലവസരങ്ങൾ, പരിസ്ഥിതി സൗഹൃദം. ഇതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് അതൊന്ന് വിശദീകരിച്ചിട്ട് പഠിക്കുക. ദെൻ ഇന്ത്യയുടെ ഗ്രാമീണ വികസന ഏരിയാസ്, ഭാഗങ്ങൾ ഏതെല്ലാം? ഒന്ന്, കാർഷിക വിപണനം, വായ്പ, കന്നുകാലി വളർത്തൽ, ഹോർട്ടിക്കൾച്ചർ മുതലായവ. ഇതൊക്കെ ഒന്ന് നോക്കുക. ദെൻ ഇനി 7ാമത്തെ ചാപ്റ്ററാണ് ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ചോദിച്ചേക്കാം. ആ ഒരു ചോദ്യം നന്നായിട്ട് പഠിക്കുക. ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള മേഖല കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പഠിക്കുക, ഷുവറാണ്. ദെൻ മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസന തന്ത്രങ്ങൾ. സുസ്ഥിര വികസന തന്ത്രങ്ങളെക്കുറിച്ച് എസ്സേ ചോദിക്കുക. പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ 10 സുസ്ഥിര വികസന തന്ത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പറയാം. അപ്പോൾ 10 എണ്ണവും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വായിച്ച് നന്നായിട്ട് പഠിക്കുക. ഒന്ന്, പാരമ്പര്യേതര ഊർജ ഉറവിടം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, നഗരപ്രദേശങ്ങളിൽ CNG, ഗ്രാമപ്രദേശങ്ങളിൽ ഭോപ്പാൽ ഗ്യാസ്, പരമ്പരാഗത അറിവ്, ബയോ കീടനാശിനി മുതലായ ഇങ്ങനെ 10ഓളം ഉണ്ട്. ആ 10 പോയിന്റ്സ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്ത് പഠിച്ച് വെക്കണം. പരിസ്ഥിതിയുടെ ധർമ്മങ്ങളാണ് മറ്റൊരു ചോദ്യം. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഇമ്പോർട്ടൻ്റ് ആണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ. ഒന്ന്, പരിസ്ഥിതി നമുക്ക് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു, ജീവൻ നിലനിർത്തുന്നു, സൗന്ദര്യാനുഭൂതി നൽകുന്നു, പാഴ്വസ്തുക്കളെ ജീർണിപ്പിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതിയുടെ ധർമ്മങ്ങളാണ്. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. 10ാമത്തെ ചാപ്റ്ററിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ചൈന, ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ചൈന, ആ ചോദ്യവും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് 10 ചാപ്റ്ററുകളിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും 70% എന്തായാലും ഒരു 70% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. A+ തന്നെ കിട്ടും. ഇനി ഇല്ലെങ്കിലും 70% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം അപ്ലോഡ് ചെയ്യും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും, നിങ്ങളറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.